ഓക്കെ, ഇന്ന് ഞങ്ങൾ ഡെലിവറി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സെക്കൻഡ് ബേബിയുടെ ഡെലിവറി വ്ലോഗായിട്ട്. ആരുടെ ഡെലിവറി വ്ലോഗ്? കുഞ്ഞാവിന്റെ ഡെലിവറി വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ പെയിൻ ആയിട്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട്, കുറച്ച് ഞാൻ നിന്ന് സംസാരിച്ചിട്ടാണ് ഈ വീഡിയോ മുന്നോട്ടേക്ക് പോകുന്നത്. രാത്രി 8 മണി അങ്ങനെ ആയതോടുകൂടി എനിക്ക് നല്ലൊരു പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ. അതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ വേദന വന്ന് പോയി പറ്റിച്ചതുകൊണ്ട് ഇതും ഞാൻ എന്ത് കരുതി ചെറുതായിട്ട് പെയിന് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്യാം എന്ന് വെച്ചു. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. ചെറുതായിട്ട് വേദന വന്നപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. നല്ല വിശാലമായൊരു കുളി പാസ്സാക്കി. കുളി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വേദന വന്നു. നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഈ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കുകയായിരുന്നു ഓർഡർ ചെയ്തിട്ട്. എനിക്ക് അവിടെ എത്തിയപ്പോൾ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെന്തെങ്കിലും കഴിക്കണം, നല്ല എനർജി വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിച്ച് കഴിക്കായിരുന്നു. ഹസ്ബൻഡിനെ ഈ ലേബർ റൂമിലേക്ക് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡെലിവറിയിൽ, ഇതിൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ്. ഈ ഡെലിവറിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടുള്ളൊരു കാര്യം. ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു കേട്ടോ ഡൈലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എപ്പിഡുറൽ വേണം എന്നുള്ളത് ഞാൻ ആദ്യമേ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് സൂചി കുത്തിയിരിക്കുന്നത് എൻ്റെ കൈൻ്റെ അവിടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. ലേബർ റൂമിൻ്റെ അകത്ത് നിന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ച് കഥകളൊക്കെ ഹസ്ബൻഡ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കഥകളൊന്നും തന്നെ എൻ്റെ തലയിൽ കയറുന്നുണ്ടായിട്ടില്ല വേദന വന്നപ്പോൾ. ബ്രേക്കായാലാണ് നോർമലി എപ്പിഡുറൽ നാച്ചുറൽ പെയിൻ വന്നിട്ട് വരുന്നവരിൽ തരിക എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ബ്രേക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. എന്നാൽ വേദന നല്ലോണം വന്നപ്പോൾ ഞാൻ അതിനൊന്നും നിന്നില്ല. എനിക്ക് എപ്പിഡുറൽ വേണം എന്ന് പറഞ്ഞു. എപ്പിഡുറൽ എടുത്തിട്ട് അതിന്റെ വേദന മാറി എനിക്ക് തോന്നുന്നു ഒരു 15 to half an hour വേണ്ടി വരുന്നത്. പക്ഷെ ഇത് എടുത്ത് ഞാൻ അവിടെ കിടക്കലും ഞാൻ പ്രസവിക്കലും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വേദനയും സഹിച്ചു ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറിക്ക് എന്റെ ഹസ്ബൻഡ് കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എല്ലാം പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ട് അതിനും പറ്റിയില്ല. ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഹസ്ബൻഡ് കൂടെ വന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതും ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുറത്തുനിന്ന് ഇതിലിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് എല്ലാവരും, അമ്മയും ഹസ്ബൻഡും എനിക്ക് കസിൻ ഉണ്ടായിരുന്നു, അവരൊക്കെ നന്നായി പേടിച്ചു. കാരണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എപ്പിഡുറൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് വിട്ടതാണല്ലോ ഹസ്ബൻഡിനെ. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരും കുറച്ച് പേടിച്ചു. അങ്ങനെ പക്ഷെ എല്ലാം ഭംഗിയായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡിസംബർ 13, 2024 2:37 AM ഞങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ ഏഞ്ചൽ വന്നു. നവമി യോഗേഷ്. അത് കഴിഞ്ഞ് വീണ്ടും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് എപ്പിഡുറൽ എടുത്തുകൊണ്ട് അത്ര പെയിൻ ഇപ്പം എനിക്ക് ഇല്ലാത്തതാണോ എന്നെനിക്കറിയില്ല. പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പെയിന് മാറും എന്നാണല്ലോ. ശേഷം ഞാനൊരു ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ബേബി. നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ? ആര് കാണാനാ? കുഞ്ഞുവാനെ കാണാനാ? എപ്പോ വരും? പുറത്ത് നിന്ന് യുവക്കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അതിനുശേഷം യുവക്കുട്ടി നമ്മുടെ കുഞ്ഞാവിനെ കാണാൻ വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നിമിഷങ്ങളാണിത്. ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്. സംസാരിക്കും, ഭാവിയോട് സംസാരിച്ചോ? ചേട്ടാ വന്നിട്ടുണ്ടോ?
ബേബി വിളിക്കുക. കുഞ്ഞാവ് വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയുമായിരുന്നു കുഞ്ഞാവ് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞാവ് തന്നതാ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ അവനൊരിക്കലും ഒരു വിഷമം ഉണ്ടാവരുത്, കുഞ്ഞാവിനോടൊരു ഇഷ്ടക്കുറവുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞാവ് തന്ന സർപ്രൈസ് എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവനൊരു സർപ്രൈസ് കൊടുത്തു. അവൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അത്. അവനത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ ആദ്യ പ്രസവത്തിൽ എൻ്റെ അമ്മയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്നില്ല, അതായത് ഇടയ്ക്ക് എനിക്കൊന്ന് കയറ്റി കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമ്മളൊരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേദന അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെലിവറിയിൽ എനിക്ക് ഇവർ രണ്ടിൽ ആരെങ്കിലും കൂടെ വേണം എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. രാജഗിരി ഹോസ്പിറ്റലായിരുന്നു എൻ്റെ പ്രസവം നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അത് അലോ ചെയ്യുമായിരുന്നു. അതായത് സെപ്പറേറ്റ് സ്യൂട്ടൊന്നും അല്ലാതെ തന്നെ അവിടെ പ്രസവിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ക്ലാസ് ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആരെങ്കിലും ഒരു ബൈസ്റ്റാൻഡർ അകത്ത് കയറാൻ വേണ്ടി പറ്റും ഡെലിവറി സമയത്ത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ സന്തോഷമായിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടാവുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ധൈര്യമായിരിക്കും. ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫായിരുന്നെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവ യുവക്കുട്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു. സൗണ്ട് കേൾക്കുമ്പോഴാണെന്നറിയില്ല, എന്നാലും രണ്ടും കൂടെ ഒത്തു വന്ന പോലെ അവൻ അടുത്ത് വരുമ്പോൾ ഇവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ അമ്മ പറയുന്നുള്ളത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നതിൽ ഒന്ന് അമ്മയും ഒന്ന് എൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഡെലിവറി സമയത്തും എനിക്ക് ആദ്യം കാണണമെന്ന് തോന്നിയത് അമ്മനെയാണ്. ആദ്യത്തേലും അതെ, ഇപ്പോഴത്തേലും അതെ. ഈ ഡെലിവറിയിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ അമ്മയായിരിക്കും നിൽക്കുക. അങ്ങനെ അവർ മാറി മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപാടും അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് യുവക്കുട്ടീനെ മൂത്ത മോനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ നടന്നു പോകാൻ പറ്റുമെങ്കിൽ അവിടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും, കുഴപ്പമില്ല, ഞാൻ നടന്നു പോയിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ യുവക്കുട്ടീനെ കാണാൻ വേണ്ടി പോയി. ഞാനും അപ്പേട്ടനും ബേബിയാണ് ആദ്യം റൂമിലേക്ക് വന്നത്. അതിനുശേഷമാണ് യുവക്കുട്ടിയും അമ്മയും വന്നത് കേട്ടോ. അപ്പോൾ അവർ വരുന്നത് ഞങ്ങൾ ഒന്നും കൂടി എടുത്തു. അവിടെയാണ് ഇരിക്കടാ. എൻ്റെ അമ്മ അത് പതിനെട്ട് നാളോ ഒന്നിട്ട് കഴിഞ്ഞിട്ട് നല്ല ഉറക്കായോ? ആയി തുടച്ചു കൊടുക്കണം പാടി. നല്ല ഉറക്കായില്ലേ?
വേണ്ട ഇല്ലേ ഇനി അവിടെ കിടത്തിട്ടെ. ഇവിടെ 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 വെക്കണം. ഒരെണ്ണം എടുക്കാം. ഇതാര് തന്നെ? ഇവന് തുറന്നേ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിക്കും. എനിക്ക് വേണ്ട ബ്രഷ് എല്ലാം അറിയില്ല. കുഞ്ഞാവ വാങ്ങിച്ചിരുന്ന സർപ്രൈസ് കുഞ്ഞാവക്ക് തന്നെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അവൻ്റെ വിചാരം കുഞ്ഞാവ വന്ന പാടും തന്നെ അവനോടൊപ്പം കളിക്കാനായി എന്നായിരുന്നു. കുഞ്ഞാവ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കളിക്കാം എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. കുഞ്ഞാവ നടക്കാനാവണം എന്നാലേ ഇവക്കുട്ടിനൊപ്പം കളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മക്കുട്ടീനെ സിസ്റ്റർ കൊണ്ടുപോയി കുളിപ്പിച്ച് ഉടുപ്പിടിപ്പിച്ച് കൊണ്ടുവന്നു. ഞാനും അതുപോലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇരുന്നു. കുട്ടിക്ക് മഞ്ഞയുണ്ടോയെന്ന് അറിയാൻ 2 ദിവസം കഴിഞ്ഞാലാണല്ലോ അറിയാൻ പറ്റുക. അപ്പോൾ 1 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും തന്നെ സന്തോഷമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെലിവറി സമയത്തായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് നല്ല നല്ല സന്തോഷമായിരുന്നു. 9 മാസത്തെ നീണ്ട കാത്തിരിപ്പിനിടയിൽ ഞങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ ബേബി വരുവാണല്ലോ. അതിൽ ഓരോ മൊമെൻറ്റും എനിക്ക് ക്യാപ്ചർ ചെയ്ത് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഡെലിവറിക്ക് ഞങ്ങൾക്കിതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് ഈ ഒരു ഡെലിവറിക്കെങ്കിലും ഒരുപാട് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് വെക്കണം. എപ്പോഴും അത് നമുക്ക് നല്ലൊരു ഓർമ്മയാണല്ലോ. ആ നല്ല മൊമെൻറ്റ്സിൻ്റെ ഓർമ്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായി. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അവർ അവിടെ നിന്ന് തരുന്നുണ്ടായി. അതുപോലെ തന്നെ ബേബിക്കും ആദ്യം ബേബീനെയൊക്കെ പൊതിഞ്ഞെല്ലാ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഡെലിവറിക്കും അങ്ങനെയായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്നു, പക്ഷെ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇതാട്ടോ ഞങ്ങൾ ചൂസ് ചെയ്ത റൂം. അവിടെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം പള്ളി. കണ്ട മരിച്ചില്ലേ? ഒന്നായിട്ടില്ല. അമ്മ തൊട്ടോക്ക് കണ്ട വൈബ്രേഷൻ കണ്ടോ? എന്ത് അർത്ഥമുണ്ട് ഇവ തൊട്ടോക്ക്? ഉറങ്ങുന്നാമ്പാടി. എൻ്റെ ആദ്യ ഡെലിവറിയിൽ ഭാവിക്ക് ഗ്യാസ് തട്ടിക്കൊടുക്കണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്നിട്ട് വാവ ജസ്റ്റ് ഇങ്ങനെ 30 വരില്ലേ, അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് ഓടിയിട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. നമുക്കതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ചാർജാണ്. ഇന്ന് ഡിസ്ചാർജാണ്. ഇന്നലെ ഞായറാഴ്ചയുണ്ട്. ഇൻഷുറൻസിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്നത്തേക്കായിട്ട് പോസ്റ്റ്പോണ്ട് ചെയ്തു. അപ്പം അമ്മ ഇവിടെ ഇത് ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളിലോട്ട് തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ്. വാവ ഇപ്പൊ കണ്ണു തുറന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് കോഫർ കപ്പേക്ക് പോകാം. കോഫർ കപ്പേക്ക്
യുക്കുട്ടി കുഞ്ഞാവനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബേബിയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെ റൂമിലോട്ട് വന്നു. അമ്മ ഓടിപ്പോയി കാറിന്ന് ഓടി മേലെ എത്തി ആരതി കൊണ്ട് ഒഴിയാണ്. പിന്നെ വല്യമ്മയും കസിൻസും വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി.